ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2-ലെ ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡ്സ് ആണ്. സോ ഇതിന് മുമ്പുള്ള സീസൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിലും ഞാൻ ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡഞ്ചന്റെ അകത്ത് നിന്ന് ഒരുപാട് സ്കില്ലും പവറും കിട്ടിയ ജിൻവു തിരിച്ച് വീട്ടിൽ വന്ന് ഒരുപാട് നേരം കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ അവന്റെ അനിയത്തി ജീന അവനെ വിളിച്ച് അവളുടെ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗ് ഇന്നാണ്, അതുകൊണ്ട് ജിൻവുവിനോട് അവിടേക്ക് വരാൻ പറയുന്നു. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വരുന്ന ജിൻവുവിനെ കണ്ട് ജീനയ്ക്ക് ആദ്യം അത് അവളുടെ ചേട്ടനാണെന്ന് മനസ്സിലായില്ല. കാരണം ജിൻവുവിന്റെ രൂപം മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അവിടേക്ക് വന്ന ജിൻവുവിനെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ വിടാതെ നോക്കി നിൽക്കുന്നു. ശേഷം ജീനയുടെ ടീച്ചർ ജിൻവുവിനോട് അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, ഇങ്ങനെ പോയാൽ അവൾ ആഗ്രഹിച്ച നിലയിൽ അവൾക്ക് എത്താൻ പറ്റുമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ടീച്ചർ ജിൻവുവിനോട് ജീന അവേക്കണായാൽ അവളെ ഹണ്ടർ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അത് കേട്ട ജിൻവു ആവട്ടെ ഒരിക്കലും അവൻ അതിന് സമ്മതിക്കില്ല. കാരണം ഒരു ഹണ്ടറിന്റെ ലൈഫ് എന്താണെന്ന് അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അവന്റെ അനിയത്തി അവൻ ഹണ്ടർ ആക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ടീച്ചർ ജീനയുടെ കൂട്ടുകാരത്തി സൊങ്ങി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവൾക്ക് ഹണ്ടർ ആവാനാണ് താല്പര്യം. അതുകൊണ്ട് ജിൻവു ആ പെൺകുട്ടിയെ പോയി കണ്ടു. അവൾ ആരാണെന്ന് വെച്ചാൽ ജിൻഹോയുടെ സ്ട്രൈക്ക് ടീമിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ് അവൾ. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരുന്ന ജിൻവു ജീനയുടെ സഹോദരനാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ ജിൻവു ആവട്ടെ നീ ഒരു റാങ്ക് ഹണ്ടർ ആണ്, അതുകൊണ്ട് നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് പോരാടാൻ കഴിയില്ല. അത് കേൾക്കുന്ന സൊങ്ങി ജിൻവു പറയുന്നത് സമ്മതിക്കാത്തതുകൊണ്ട് അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതേ സമയത്ത് എസ്ട്രാങ് ഹണ്ടർ ഡോങ്സു ജിൻവുവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊറിയയിലേക്ക് എത്തി. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ജെജു ഐലൻഡിൽ വെച്ച് ഹണ്ടേഴ്സിന് കിട്ടിയ ഉറുമ്പിനെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിന് പുതിയതായിട്ട് ചിറക് മുളച്ചിട്ടുണ്ട്. ഈ കാര്യം എസ്ട്രാങ് ഹണ്ടർ ചോയ് പ്രസിഡന്റ് ഗോയോട് വന്ന് പറയുന്നു. ഇവിടെ ഇപ്പൊ നമ്മുടെ ജിൻവു ആ പെൺകുട്ടിയും കൂട്ടി ഒരു ഡഞ്ചന്റെ അടുത്തേക്കാണ് വന്നത്. അവിടെ വൈറ്റ് ടൈഗർ ഗിൽഡിലെ മാനേജറും ഉണ്ട്. ജിൻവു ആ പെൺകുട്ടിയും കൂട്ടി ഇവിടേക്ക് വന്നതിന്റെ കാരണം ഈ ഡഞ്ചനിൽ നടക്കാൻ പോകുന്ന റെയ്ഡില് ജിൻവു അവളെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോഴെങ്കിലും അവൾക്ക് ഹണ്ടർ ആവാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടാണ് ജിൻവു അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ആ ഡഞ്ചനിലേക്ക് പോകുന്നത് ഇവരെയും ചേർത്ത് 10 പേരുണ്ട്. അതിലൊരു എ റാങ്ക് ഹണ്ടർ, 5 ബി റാങ്ക് ഹണ്ടർ, 2 സി റാങ്ക് ഹണ്ടർ, അതുപോലെ ഇവർ രണ്ടുപേരും. ഇത്രയും പേരാണ് അതിന്റെ അകത്തേക്ക് പോകുന്നത്. ഇതിലെ ആ എ റാങ്ക് ഹണ്ടർ ആള് തിരി ചൊറിയാനാണ്, ഒരു പ്രശ്നക്കാരനാണ്. അവന് ലോ റാങ്കിലുള്ള ആൾക്കാരെ ഇഷ്ടമില്ല. അവന് പവർ കൂടുതലാണെന്ന് വെച്ച് അവൻ ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ ഈ റെയ്ഡിന്റെ ക്യാപ്റ്റൻ കൂടെയാണ്. ശേഷം എല്ലാവരും ആ ഡഞ്ചന്റെ അകത്തേക്ക് കയറുമ്പോൾ ജിൻവുവിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ആ ഡഞ്ചൻ റെഡ് കളറായി മാറി. അത് കണ്ട് ജിൻവു സൊങ്ങിയും കൊണ്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവൻ അതിന്റെ പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. ഈ ഡഞ്ചൻ റെഡ് കളർ ആയിട്ട് മാറിയ കാര്യം പുറത്തുള്ള മാനേജർ വൈറ്റ് ടൈഗർ ഗിൽഡിലെ എസ്ട്രാങ് ഹണ്ടർ ആയിട്ടുള്ള ബേക്ക് യുൻഹോനെ വിളിച്ചു പറയുന്നു. എന്ത് പേരാ ഇതൊക്കെ, ബേക്ക് യുൻഹോ. എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഡഞ്ചൻ റെഡ് കളർ ആയിട്ട് മാറിയത് അറിയുന്ന ബേക്ക് യുൻഹോ അവിടേക്ക് പെട്ടെന്ന് തന്നെ വരുന്നു. ഇതേ സമയത്ത് ഡഞ്ചന്റെ അകത്തേക്ക് കയറിയ ജിൻവുനും ബാക്കിയുള്ളവർക്കും പുറത്തേക്ക് പോകാനുള്ള വഴി കാണുന്നില്ല. അതായത് സാധാ ഡഞ്ചന്റെ അകത്ത് കയറുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വരാം. അതിന്റെ അകത്തെ ബോസിനെ കൊന്നിട്ടില്ലെങ്കിലും അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റും. എന്നാൽ ഈ റെഡ് കളർ ഡഞ്ചന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ബോസിനെ കൊല്ലാതെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പഴയതുപോലെ ആവുന്നത് വരെ കാത്തിരിക്കണം. അതും അല്ലെങ്കിൽ ആ ഡഞ്ചൻ ബ്രേക്ക് ആവണം. എന്നാൽ മാത്രമേ അവർക്കൊരു റെഡ് കളർ ഡഞ്ചന്റെ പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഡഞ്ചന്റെ അകത്തേക്ക് വന്ന ആൾക്കാരെ മരത്തിന്റെ മുകളിലിരിക്കുന്ന കുറച്ച് ഐസ് എൽഫുകൾ അറ്റാക്ക് ചെയ്യുന്നു. അതിലൊരാൾ മാത്രം മരിച്ചു പോവുകയും ചെയ്തു. കൂട്ടത്തിലെ വീക്ക് ആയിട്ടുള്ള രണ്ടുപേരുടെ ദേഹത്തേക്കാണ് ആ ഐസ് എൽഫ് അറ്റാക്ക് ചെയ്തത്. അപ്പൊ സൊങ്ങിയുടെ അടുത്തേക്ക് വന്ന അറ്റാക്ക് ജിൻവു പെട്ടെന്ന് തന്നെ അവന്റെ കൈകൊണ്ട് പിടിച്ചു. അത് ആ കൂട്ടത്തിലെ ഒരു പെണ്ണ് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഏറാങ്കുള്ള ക്യാപ്റ്റൻ, ആ പ്രശ്നക്കാരൻ, അവൻ ആ ഗ്രൂപ്പ് രണ്ടായി തിരിക്കുന്നു. റാങ്ക് കുറഞ്ഞ ആൾക്കാർ ഒരു ടീമും റാങ്ക് കൂടിയ ആൾക്കാർ മറ്റൊരു ടീമും. അവന്റെ ടീമാണ് റാങ്ക് കൂടിയ ടീം. അതുകൊണ്ട് റാങ്ക് കുറഞ്ഞൊരുത്തനെ അവൻ ജിൻവുവിന്റെ ടീമിലേക്ക് ഇട്ടു. പിന്നെ നേരത്തെ ജിൻവുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണ് അറിഞ്ഞുകൊണ്ട് ജിൻവുവിന്റെ ടീമിലേക്ക് വന്നു. അവൾക്കറിയാം ജിൻവുവിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന്. അതായത് അവന്റെ റാങ്ക് ഈ അല്ല, പകരം എയോ അതിന്റെ മുകളിലേക്കോ ആയിരിക്കും എന്ന് അവൾക്കറിയാം. ശേഷം ഇവര് 2 ടീമായിട്ട് പിരിഞ്ഞു പോകും. അതിൽ ഇവര് നടന്നു വരുമ്പോൾ ഐസ് ബിഎസ് അവർ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഇവനൊരു എ റാങ്കുകാരനായതുകൊണ്ട് അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ അവൻ വെട്ടിക്കൊല്ലുന്നുണ്ട്. ഇവിടെ കാട്ടിലേക്ക് വരുന്ന ജിൻവുവിന്റെ ടീമിനെ ജിൻവു അവന്റെ ഇൻവെന്ററിയുടെ അകത്ത് നിന്ന് തണുക്കാതിരിക്കാൻ അവർക്കെല്ലാവർക്കും കോട്ട് എടുത്തു കൊടുത്തു. അത് കാണുന്ന അവരെല്ലാവരും ഞെട്ടി. കാരണം ജിൻവു ഒരു മാജിക് ചെയ്യുന്നത് പോലെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ജിൻവു അവരോട് ആദ്യം തന്നെ പറയും, ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ എന്നോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജിൻവുവിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഐസ് ബിയർ വരുന്നുണ്ട്. ഇതേ സമയത്ത് യുൻഹോയും മാനേജറും ഡഞ്ചന്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അവിടേക്ക് എസ്ട്രാങ് ഹണ്ടർ ഡോങ്സ് വരുന്നു. ജിൻവു അതിന്റെ അകത്ത് ആയതുകൊണ്ട് ഇവനിപ്പോ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ജിൻവു അതിന്റെ അകത്തേക്ക് വന്ന ഐസ് ബിയറിനെ കൊന്നു കളഞ്ഞു. ശേഷം അവന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ആ ഐസ് ബിയറിന്റെ ഇറച്ചി ചുട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ജിൻവു ആ ഐസ് ബിയറുകൾ മുഴുവനുള്ള സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവന്റെ ഷാഡോ ആർമിയെ പുറത്തു കൊണ്ടുവന്ന് ആ ഐസ് ബിയറിനെ മൊത്തം കൊന്നു കളഞ്ഞു. അപ്പൊ ഐസ് ബിയറുകളുടെ ബോസ് ഒരു വലിയ ഐസ് ബിയർ പുറത്തു വന്ന് ജിൻവുവിന്റെ മുഴുവൻ ആർമിയെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. അത് കാണുന്ന ജിൻവു ആവട്ടെ ഇഗ്രിസിനോട് നേരിട്ട് ഇറങ്ങി കളി തീർക്കാൻ പറയാണ്. അത് കേൾക്കുന്ന ഇഗ്രിസ് ആവട്ടെ വെറും 4 വെട്ടുകൊണ്ട് ആ ബിയറിന്റെ തല മുറിച്ച് അവന്റെ യജമാനന്റെ മുൻപിൽ വെച്ചു. അത് കാണുന്ന ജിൻവു അവനേക്കാളും പവർ ഇപ്പൊ ഇഗ്രിസിനാണ് എന്ന് ചിന്തിച്ച് അതൊന്നും പുറത്ത് കാണിക്കാതെ ഇഗ്രിസിനോട് നന്നായിട്ട് ചെയ്തെന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ ഐസ് എൽഫുകൾ മുഴുവൻ ചേർന്ന് എറാങ് ഹണ്ടറിന്റെ കൂടെയുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് പേടിച്ച് അലറി വിളിച്ച് അവൻ അവിടുന്ന് തിരിഞ്ഞോടിപ്പോയി. അതുപോലെ ഒരു കുതിരപ്പുറത്ത് വരുന്ന ഐസ് എൽഫുകളുടെ ലീഡറെയും കാണിക്കുന്നു. ഇവിടെ നിലത്ത് വീണ് കിടക്കുന്ന ഐസ് ബിഎസിനെയൊക്കെ ജിൻവു അറൈസ് പറഞ്ഞ് അതിന്റെ ഷാഡോ എക്സ്ട്രാക്ഷൻ ചെയ്തു. അങ്ങനെ അവന്റെ ആർമിയിലേക്ക് പുതിയ ഷാഡോസിനെയും കിട്ടി. ആ
ഐസ് ബിയറിന്റെ ലീഡറിനെയും കൂടെ ചേർത്ത് ഇവിടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാര് 3 മണിക്കൂറായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകത്തേക്ക് പോയ ആൾക്കാർക്ക് അത് 3 ദിവസമാണ്. കാരണം റെഡ് ഗേറ്റിന്റെ അകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പുറത്തെ 1 മണിക്കൂറാണ്. സോ റെഡ് ഗേറ്റിന്റെ അകത്തും പുറത്തും ടൈം നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത്രയും നേരം ആയതുകൊണ്ട് ജിൻവു മരിച്ചു കാണുമെന്ന് പറഞ്ഞ് ഡോങ്സു അവിടുന്ന് പോവാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഡോങ്സു, സങ് ജിൻവു വൈറ്റ് ടൈഗർ ഗിൽഡിലല്ലോ, പിന്നെ എങ്ങനെയാ അവൻ നിങ്ങളുടെ അസോൾട്ട് ടീമിന്റെ കൂടെ പോയത്? അത് അവൻ എന്റെ ഫ്രണ്ടാ. അവന് സീ ലെവൽ ഡഞ്ചനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് മാനേജർ തിരിച്ചു പറയുന്നു. അത് കേട്ട് ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്ന ഡോങ്സു പെട്ടെന്ന് വന്ന് മാനേജറിന്റെ കഴുത്തിന് കയറി പിടിച്ചു. ഞാൻ അങ്ങനെ പറയുമെന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് മാനേജറിന്റെ കഴുത്ത് ഡോങ്സു മുറുക്കുമ്പോ പെട്ടെന്ന് യുൻഹു ഡോങ്സുവിന്റെ കയ്യിന് കയറി പിടിച്ചു. ഇവനെ വിട്ടേക്ക്. ഓ, നീ എനിക്ക് ഓർഡർ ഇടാണോ? ഇത്രയും ചെറിയ രാജ്യത്തെ ഒരു സാധാരണ ഗിൽഡ് മാസ്റ്ററായ നീ എന്നെ പിടിക്കാൻ മാത്രമായോ എന്ന് ഡോങ്സു പറയുന്നു. അങ്ങനെ 2 എസ്ട്രാങ് ഹണ്ടേഴ്സും പരസ്പരം ഇടിക്കുന്നു. ഇവിടെ ഡഞ്ചന്റെ അകത്ത് നേരത്തെ സംഭവം കാരണം പേടിച്ച് നടന്നു വരുന്ന എസ്ട്രാങ് ഹണ്ടർ അവിടെ ചത്ത് കിടക്കുന്ന BSനെ കണ്ട് അവറ്റങ്ങളെയൊക്കെ കൊന്നത് ആ ഐസ് എൽഫാവെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വീണ്ടും പേടിച്ചോടി പോകുന്നു. ഇവിടെ ഇപ്പൊ പുറത്ത് ചെയർമാൻ വു രണ്ടുപേരുടെയും കൈ തടഞ്ഞു വെച്ചു. ശേഷം ഡോങ്സു അവിടെ നിന്ന് പോവാണ്. ഇവിടെ ഡഞ്ചന്റെ അകത്ത് ജിൻവുവിന്റെ കൂടെ വന്ന ആൾക്കാര് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്ന പേടിച്ച് വരേണ്ടി വന്ന എയറാങ് ഹണ്ടറിന് ദേഷ്യം വന്നു. ഈ നടന്ന എല്ലാ സംഭവത്തിനും കാരണം ഇവരാണ്. അവന്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും മരിച്ചതിന്റെ കാരണം എല്ലാ ഫുഡും ഗിയേഴ്സും ഇവർ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടാണ്. ആ പെണ്ണ് അതൊക്കെ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് അവരുടെ കൂടെ ചേർന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ പെട്ടെന്ന് ജിൻവു അവനെ തട്ടിമാറ്റി. അതുകൂടാതെ ജിൻവു അവിടെ ഒളിച്ചിരിക്കുന്ന ഐസ് എൽഫിന്റെ പ്രസൻസ് മനസ്സിലാക്കി അവരെ കണ്ടുപിടിച്ചു. അവിടേക്ക് ഇപ്പോ ആ ഐസ് എൽഫുകളുടെ ലീഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ജിൻവു അവറ്റങ്ങളുടെ ഭാഷയിൽ ആ ലീഡറോട് സംസാരിക്കുന്നു. അവൻ അവരുടെ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്ന ജിൻവു അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരും ഷോക്കായി. അപ്പോൾ ജിൻവു ഇത് ചിലപ്പോൾ സിസ്റ്റം കാരണമായിരിക്കും എന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് ജിൻവു പെട്ടെന്ന് ആ ഐസ് എൽഫുകളിലെ ഒരു എൽഫിനെ കൊല്ലുന്നു. എന്നിട്ട് ആ ബോസിന്റെ കൂടെ ഏറ്റുമുട്ടി. അപ്പോൾ ആ ബോസ് ജിൻവുവിനോട്, നീ ഒരു ഹ്യൂമൻ അല്ല, അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു വോയിസ് കേൾക്കാറുണ്ട്, അതാണ് ഞങ്ങളോട് മനുഷ്യന്മാരെ കൊല്ലാൻ പറയുന്നത്. പക്ഷെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വോയിസ് കേൾക്കുന്നില്ല എന്ന് ഐസ് എൽഫ് പറയുന്നത് കേൾക്കുന്ന ജിൻവുവിന് ചിലപ്പോൾ അവന്റേത് പോലെ ഒരു സിസ്റ്റം അവർക്കും ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ആ എൽഫുകളുടെ ലീഡർ ജിൻവുവിനോട്, നീ നിന്റെ പുറകിലുള്ള മനുഷ്യരെ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ നിന്റെ ജീവൻ ഞാൻ വെറുതെ വിടാം എന്ന് പറയുന്നു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ജിൻവു അവന്റെ ഷാഡോ ആർമിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ എൽഫുകളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ബാക്കിയുള്ള 3 പേര് അവിടെ നിന്ന് പുറകിലേക്ക് ഓടിപ്പോകുന്നു. ശേഷം ജിൻവുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന എൽഫുകളുടെ ലീഡർ, എന്റെ പേര് ബറൂക്ക, നിന്റെ പേരെന്താ? സങ് ജിൻവു. അങ്ങനെ 2 പേരും ഓടി വന്ന് ഫൈറ്റ് ചെയ്യുന്നു. 2 പേർക്കും ഏകദേശം ഒരേ പവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ജിൻവുവിന്റെ കൂടെ അവന്റെ ഷാഡോ ആർമി ഉണ്ടായതുകൊണ്ട് അവരും കൂടെ ചേർന്ന് ബറൂക്കയെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ജിൻവുവിന്റെ പുറകിലുണ്ടായിരുന്ന എയറാങ് ഹണ്ടർ അവന്റെ പുറകിലൂടെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. കൂടാതെ അവന്റെ മുൻപിലൂടെ അവനെ അറ്റാക്ക് ചെയ്യാൻ ബറൂക്കയും ഓടി വരുന്നു. അപ്പോൾ ആരോ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത് കാരണം അവിടെ ഒരുപാട് പുക വരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ജിൻവുവിനെ അറ്റാക്ക് ചെയ്യാൻ ബറൂക്ക ഓടി വരുമ്പോഴാണ് ആ പുകയ്ക്കകത്ത് നിന്ന് ഒരു പുതിയ ഷാഡോ വരുന്നത്. ആ ഷാഡോ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ബറൂക്ക മുൻപിലൂടെയും എയറാങ് ഹണ്ടർ ബാക്കിലൂടെയും ഓടി വന്നപ്പോൾ ഇഗ്രിസ് ചാടി വന്ന് എയറാങ് ഹണ്ടറിനെ കുത്തിക്കൊന്നു. അങ്ങനെയാണ് അവിടെ പുകയുണ്ടായത്. തുടർന്ന് ജിൻവു മരിച്ചുപോയ എയറാങ് ഹണ്ടറിനെ അവന്റെ ഷാഡോ ആക്കി മാറ്റി. ആ പുതിയ ഷാഡോയുടെ പേരാണ് അയൺ. എന്നിട്ട് ജിൻവുവും ഇഗ്രിസും അയണും ഇവർ 3 പേരും ഒരുമിച്ച് നിന്ന് ബറൂക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് ബറൂക്കയുടെ ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ജിൻവുവിന്റെ ഷാഡോ ആർമി കൊന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഇതിന്റെ അവസാനം ബറൂക്കയെ പിടിച്ചു വയ്ക്കുന്ന അയനെ ബറൂക്ക പൊട്ടിക്കുന്നു. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് വന്ന ജിൻവു ബറൂക്കയുടെ വയറിന് കുത്തി. അതുപോലെ വീണ്ടും വരുന്ന അയൺ അവന്റെ കയ്യിലെ ചുറ്റിക കൊണ്ട് ബറൂക്കയെ ഒരേ അടിക്ക് അടിച്ചു പരത്തി കൊന്നു കളഞ്ഞു. അങ്ങനെ ആ ഒരു ഫൈറ്റ് അവസാനിച്ചു. അവരെല്ലാവരും ഡഞ്ചൻ ബോസിനെ കൊന്നതുകൊണ്ട് ആ ഡഞ്ചന്റെ ഗേറ്റ് ഓപ്പൺ ആവുന്നു. ഇനി അവർക്ക് അതിലൂടെ പുറത്തേക്ക് പോവാം. അതിനു മുമ്പ് ബറൂക്കയിൽ ജിൻവുവിന് ഒരു ചെറിയ പണിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പൊ ഇവിടെ പുറത്ത് നിൽക്കുന്ന ഗിൽഡ് മാസ്റ്റർ യുൻഹു അകത്തേക്ക് പോയ ആൾക്കാര് പുറത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഗേറ്റിന്റെ കളർ നീലയായിട്ട് മാറി അകത്തുള്ള ആൾക്കാർ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് യുൻഹു ആദ്യം വിചാരിച്ചത് അത് എയറാങ് ഹണ്ടറും അവന്റെ ആൾക്കാരും ആയിരിക്കുന്ന. പക്ഷെ പുറത്തേക്ക് വരുന്നത് അവന്റെ ഗിൽഡിലെ റാങ്ക് കുറഞ്ഞവരും അവരുടെ കൂടെ 2 ഇറാങ് ഹണ്ടേഴ്സും. ഇത് കാണുന്ന മാനേജറിനൊപ്പം സന്തോഷമായി. അയാൾക്കറിയാം ജിൻവുവിന് അത് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ അവരെല്ലാവരും പുറത്തേക്ക് വന്നതിന് ശേഷം ആ ഒരു ഗേറ്റും ക്ലോസ് ആയി. അത് കാണുന്ന യുൻഹു ഷോക്കായി. കാരണം റാങ്ക് കുറഞ്ഞ 4 പേരാണ് പുറത്തേക്ക് വന്നത്. അതിൽ 2 പേര് ഇറാങ് ഹണ്ടേഴ്സ്. അപ്പൊ സൊങ്ങിയെയും കൂട്ടി അവിടുന്ന് പോവാൻ നിൽക്കുന്ന ജിൻവുവിനെ എന്താ അതിന്റെ അകത്ത് സംഭവിച്ചതെന്ന് ചോദിച്ച് യുൻഹു പിടിച്ചു വെക്കുന്നു. അതിന് ജിൻവു ആവട്ടെ, ഞാൻ ഇപ്പോഴേ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഗിൽഡ് മെമ്പേഴ്സിനോട് ചോദിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ജിൻവു അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ യുൻഹു അവനെ ബലമായിട്ട് പിടിച്ചു വെച്ചു. ഈ സംഭവത്തില് എന്റെ ഗിൽഡിലെ 6 പേര് മിസ്സിംഗ് ആണ്, അതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നീ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ, കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയായോ? പക്ഷേ ഞാൻ നിങ്ങളുടെ ഗിൽഡിലെ 2 പേരെ രക്ഷപ്പെടുത്തി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആദ്യം നന്ദി പറയല്ലേ വേണ്ടേ എന്ന് പറയുന്ന ജിൻവുവിന്റെ ഒരു മാതിരി നോട്ടം. അതുകൊണ്ട് യുൻഹോ പെട്ടെന്ന് ജിൻവുവിനെ വിട്ടു. എന്നിട്ട് അങ്ങനെ ചെയ്തതിന് സോറി പറയുന്നു. എന്നിട്ട് ജിൻവു അവിടുന്ന് പോയതിനു ശേഷം യുൻഹോ മാനേജറിനോട് അവൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഗിൽഡിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ജിൻവു സൊങ്ങിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയതിനു ശേഷം തിരിച്ചു വരുമ്പോഴാണ് നേരത്തെ ഡഞ്ചനിൽ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നത്. ബറൂക്കയുടെ ഷാഡോ 3 പ്രാവശ്യം ജിൻവു എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ 3 പ്രാവശ്യം ഫെയിലായി. അതെന്തുകൊണ്ടാണെന്ന് ജിൻവുവിന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവർ തമ്മിലുള്ള പവർ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. ശേഷം വീട്ടിലേക്ക് വരുന്ന ജിൻവുവിന് 3 പ്രാവശ്യമായിട്ട് അവൻ മനുഷ്യന്മാരെ കൊന്നതിന്റെ കുറ്റബോധം അവനുണ്ട്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ രാവിലെ ജിൻവുവിനെ കൊണ്ടുപോകാൻ ജിൻഹോ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ജിൻഹോയോട് ജിൻവു വഴിയിൽ വെച്ച് ഒരാളെ പിക്ക് ചെയ്യണമെന്ന് പറയുന്നു. അത് വേറെ ആരുമല്ല, സൊങ്ങിയാണ്. അവൾ കാറിൽ കയറി ജിൻവുവിനോട് അടുത്ത് പെരുമാറുന്നത് കണ്ട് ജിൻഹോ ഷോക്കായി. കാരണം
അവൾക്ക് അധികം പ്രായമില്ല. എന്നിട്ട് ഇതിനെപ്പറ്റി അവൻ ജിൻബുവിനോട് ചോദിക്കുമ്പോൾ ജിൻബു ആവട്ടെ അതിനിപ്പോ എന്താ പ്രശ്നമെന്ന്. ശേഷം അവർ കാറിൽ കയറി പോകുന്ന സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.